റാസ് അൽ ഖൈമയിലെ ഡെസേർട്ട് ഒയാസിസ് നഴ്സറിയിലാണ് ഇന്ന് ഗ്രീൻ മോം ട്രാവൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇതിനകത്തോട്ട് കയറിയിട്ട് ഇവിടുത്തെ കളക്ഷനും പ്രൈസും എല്ലാം ഒന്നും കണ്ടിട്ട് വന്നാലോ. കേറുമ്പോ തന്നെ ഇത് ഒരു മിനിയേച്ചർ ഓറഞ്ച് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട്. പിന്നെ വാട്ടർ ഫൗണ്ടെയിനും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ കാണാൻ തന്നെ വെറുതെ കണ്ടു നടക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല കളറിലുള്ള ബൊഗൈൻവില്ല പല ഷേപ്പിലാക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് എല്ലാ കളക്ഷനും കാണാൻ വേണ്ടിയിട്ട്. എല്ലാം അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. എല്ലാത്തിനും വേറെ വേറെ സെക്ഷനായിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രൈസും അതുപോലെ തന്നെ അവർ കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ചോദിച്ചന്വേഷിച്ച് നടക്കേണ്ട കാര്യമല്ല, എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സെറാമിക് പോട്ടിന്റെ സെക്ഷൻ. പോട്ടിന് തന്നെ പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ഒരുവിധം എല്ലാ ടൈപ്പിലുള്ള സെറാമിക് പോട്ട് അവൈലബിൾ ആ. സൈസും അതുപോലെ വേരി ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് പോട്ടുകളെല്ലാം. അത്യാവശ്യം പ്രൈസും ഉണ്ട്, എന്നാലും കളക്ഷൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പ്ലാന്റ്സ് ഒക്കെ പോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോട്ടി മിക്സും ഇവിടെ അവൈലബിൾ ആണ്. 23 ദിർഹംസ് ആണ് ഇവർ ഇതിന് ചാർജ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ഈ ഒരു സെക്ഷൻ മുഴുവൻ 1 ദിർഹത്തിന്റെ പ്ലാന്റ്സ് ആട്ടോ. 1 ദിർഹത്തിന്റെ വിങ്കന്റെ തന്നെ 3-4 കളർ അവിടെ ഉണ്ട്. വൈറ്റും റെഡും റോസും ഒക്കെ കണ്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. 1 ദിർഹത്തിന്റെ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗസാനിയ, അതുപോലെ ഗസാനിയയിലൊക്കെ കളക്ഷൻ വളരെ കുറവാട്ടോ. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുത്ത് എല്ലാവരും കൊണ്ടുപോയിട്ട് ബാക്കിയായതാണിത്. പെച്ചൂണി അതുപോലെ 3-4 കളർ അവിടെ കണ്ടുട്ടോ. നല്ല ഭംഗിയുള്ള കളറുകളുണ്ട്. ഇതാ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും പ്രൈസ് ടാഗ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രൈസ് തിരഞ്ഞ് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കറക്റ്റ് ആയിട്ട് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂഫോർബിയന്റെ 3-4 കളക്ഷൻസ് ഉണ്ട്. പിന്നെ എക്സോറിന്റെ കുറെ കളക്ഷൻസ് ഞാൻ കണ്ടു. ഇതും കൂടാതെ കുറെ ഉണ്ട്. വെജിറ്റബിൾസ് കുറച്ച് അവൈലബിൾ ആണ്. ടൊമാറ്റോ ഞാൻ കണ്ടു, പക്ഷെ ടൊമാറ്റോ ഒക്കെ ഓൾമോസ്റ്റ് ഉണ്ടായി തീർന്നു. അതിന്റെ ലീഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നില്ല. കറിവേപ്പുമരമുണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് ഹെർബിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഹെർബ്സിൽ വരുന്നതാണ്. അത് നമ്മളെ പുതിനൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളക് കുഞ്ഞി പോട്ടിലായിട്ട് 7 ദിർഹത്തിന്റെ മുളകുണ്ട്. എല്ലാത്തിനും നല്ല മുളകുണ്ട്. മുളകൊക്കെ പഴുത്ത് നമുക്ക് വിത്തായിട്ട് ഉപയോഗിക്കാട്ടോ. പെച്ചൂണിയന്റെ നല്ല വയലറ്റ് കളറ്, അതുപോലെ തന്നെ സീനിയന്റെ ഒരുപാട് കളർ അവിടെ ഉണ്ട്. കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും നല്ല ഭംഗിയുള്ള പോട്ടുകളിൽ നല്ല കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് 1 ദിർഹംസ് അല്ലേ ഉള്ളൂ. പിന്നെ ബൊഗൈൻവില്ലന്റെ കുറെ കളക്ഷൻ ഉണ്ട്. എന്താ പറയാ, വെറൈറ്റി കളറുകളായിട്ടുള്ള കളക്ഷൻ ഉണ്ട്. ഒരു 30 ദിർഹംസ് മുതൽ 40, 45, 50 ദിർഹംസ് ഒക്കെ അവർ ചാർജ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് സമ്മർ ആണല്ലോ യുഎയില്. സമ്മറിൽ ഏറ്റവും നല്ല പ്ലാന്റ് ആണ് ബൊഗൈൻവില്ല. നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻ ബൊഗൈൻവില്ല വരുന്നത് ഇവിടെ കണ്ടു. പിന്നെ ഇതൊക്കെ എക്സോറിന്റെ കളക്ഷൻ ആണ്. എക്സോറ കുറെ കളറുകൾ ഉണ്ട് കേട്ടോ. റെഡ്, പിങ്ക്, വൈറ്റ് ഒക്കെ ഉണ്ട്. വൺ ദിർഹത്തിന് 10 മണിപ്പൂക്കൾ കുറെ കണ്ട്, പക്ഷെ പൂക്കളില്ല. ഒറ്റ പ്ലാന്റ്സിനും പൂക്കളില്ല. 10 മണിച്ചെടി ഈ ഒരു സൈസിൽ ഒരുപാട് കളക്ഷൻ ഇവർക്കുണ്ട്. ഇത് ഏതാ കളറൊന്നും നമുക്ക് മനസ്സിലാവില്ല, ഫ്ലവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ചൈന റോസ് ധരിക്കുന്നു. ഇതും 1 ദിർഹത്തിന് തന്നെ. 1 ദിർഹം പക്ഷെ
പൂക്കളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഏതൊക്കെ കളറാന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും നമുക്ക് കൊണ്ടുപോയിട്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, പൂക്കളിട്ട് തുടങ്ങി കഴിഞ്ഞാൽ കളർ കിട്ടും. പക്ഷെ ഇതിനൊന്നിനും പൂക്കളില്ല കേട്ടോ. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്രത്യേക അറേഞ്ച്മെന്റ് ഒക്കെ ഇവിടെ ഉണ്ട്. ദേ 2 കുട്ടികൾ. അടുത്തൊരു സെക്ഷൻ വന്നിട്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെതാണ്. ഇവിടെ പുറത്ത് തന്നെ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ വരുന്നത് സക്കുലൻസ് ആണ്, കാക്ടസ്. പിന്നെ ഒരു 20 ദിറംസ് 12 ദിറംസ് ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട് കാക്ടസിന്. പക്ഷെ നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള കാക്ടസ് ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഹവർത്തിയ, അങ്ങനെ കുറച്ചധികം സക്കുലൻസിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് 12 ദിറംസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ പ്ലാന്റ്സിനൊക്കെ 12 ദിറംസ് ആണ്. നല്ല ഭംഗിയുള്ള സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാനുണ്ടാവും. ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പല ഷേപ്പിൽ പല കളറിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ യൂസ് ചെയ്തുമ്പോൾ നമുക്ക് വീഡിയോസിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഇതാണ് അതിനുള്ള എൻട്രൻസ്. പുറത്ത് തന്നെ വേറെയും കുറച്ച് പ്ലാന്റ്സും കൂടി ഉണ്ട്. ഇതാ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ബിഗോണിയന്റെ കളക്ഷൻ കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ പ്ലാന്റ്സും എല്ലാം അടിപൊളിയാണ്. അതിന്റെ താഴെ കുറച്ച് ഫേൺസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്താണ് മെയിൻ ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. AC-യിലാണ് ഇതിരിക്കുന്നത്. AC ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറെ നേരം ഇരുന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലക്കി ബംബിന്റെ ഷൂട്ട് ഒരു ഷൂട്ടിന് 7 ദിറംസ് ആണ്. പിന്നെ ഈ പെപ്പറോമിയ, വാട്ടർമെലൺ പെപ്പറോമിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ 47 ദിറംസ് ആണ്. വെറുതെയായിട്ട് തോന്നി, കാരണം അത്രയും ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ്. ഈ ബിഗോണിയ സുന്ദരി 30 ദിറംസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. എന്തും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ആന്തൂരിയംസ്, മണി പ്ലാന്റ്സ്, സിസി പ്ലാന്റ്സ്, കലാത്തിയ, അഗ്ലോണിമ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെ കാണാൻ പറ്റി. പീസ് ലില്ലി, റസീനിയ, അങ്ങനെ വാട്ടറിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പും അല്ലാത്തതും ആയിട്ട് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ എന്റെ ഫേവറേറ്റ് ആണ് ഈ ഫിറ്റോണിയ. ക്യൂട്ട് അല്ലേ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതിന് 12 ദിറംസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതിന്റെ 2 ഷെയ്ഡ് അവൈലബിൾ ആണ്, ഒരു പിങ്കും പിന്നെ ഒരു വൈറ്റും.
ഇനി പ്ലാന്റ്സ് മാത്രമല്ല, ഇവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഇത് NPK ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ കുറേ ലിക്വിഡ് ഫെർട്ടിലൈസറും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് സ്പ്രേ ചെയ്യുന്ന വെജിറ്റബിൾസിനും ഫ്രൂട്ട്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.